അപ്പൊ ഇന്ന് റമദാൻ ഒന്ന് സ്റ്റാർട്ട് ആയിക്കാണ്. പുലർച്ചെ രാവിലെ 4:30 മണിക്ക് എന്റെ വീട്ടിൽ എല്ലാവരും ഇടയത്താഴത്തിന് എണീച്ചു. എല്ലാവർക്കും വെളുപ്പിനെ എണീച്ച് ശീലമുള്ളവരെ ആർക്കും ഉറക്കത്തിന് എണീക്കാൻ ഒരു മടി ഉണ്ടായില്ല. ഈ നിൽക്കുന്ന പ്രേതല്ലാട്ടായിട്ട് ഉപ്പിച്ചാണ് ആള് മാത്രം ഫുൾ പവറിലായിരുന്നു. ഇതിന്റെ അനിയനായിട്ട് കഴിഞ്ഞ റമദാനിൽ എന്നെക്കായും ചെറുതായിരുന്നു, ഇപ്പൊ വലുതായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്നെ പള്ളിയിൽ പോകാൻ വേണ്ടി വിളിക്കാൻ വന്ന എന്റെ അടുത്ത സുഹൃത്ത് വഴിയാട്ടി റമദാൻ മാസം മാത്രം നന്നാവണവുമായ ഷിയാബാണ്. ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പോകാൻ വേണ്ടി വിളിച്ചത് ഇവനാണ്. എന്റെ കസിനും അടുത്ത സുഹൃത്തായ അഷ്കർ റാവുത്തർ. ഇത്തവണ ആള് രണ്ടും കൽപ്പിച്ച സുന്നത്തൊക്കെ സ്കരിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് വീടിന്റെ മുറ്റത്ത് കിസുക്കെന്ന് പറഞ്ഞൊരു സൗണ്ട്. എന്താന്ന് നോക്കിയപ്പോ അപ്പുറത്തുള്ള കാടനും എന്റെ പൂച്ചയും തമ്മില്. നീ എന്നെ കുറിച്ച് ഓർത്തോ? നമ്മുടെ അച്ഛനെ കുറിച്ച് ഓർത്തോ? അതായിട്ട് നമ്മൾ അതുകൂടെ ക്യാരംസ് കളിക്കാൻ വേണ്ടി പോകണം. നോമ്പിന് ഇതാണ് ആകുള്ള എന്റർടൈൻമെന്റ്. ഇനിയും 2 മണിക്കൂർ. ഈ ഉച്ചവരെ നോമ്പ് പിടിച്ചിട്ട് മുറിച്ച പകുതി പുണ്യം കിട്ടുമോ? അത് പതുക്കെ നോമ്പ് തുറക്കാനുള്ള സമയം. ഞങ്ങൾ അതൊക്കെ പള്ളിയിലേക്ക് ഇങ്ങാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നല്ല കിടിലം ഫുഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പലരും അതെടുത്ത് സ്റ്റോറി ഇടുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത പലരും ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം അതൊന്നും സ്റ്റോറി ഇടാണ്ടിരിക്കുക. പറ്റുകയാണെങ്കിൽ എല്ലാവരെയും വിളിച്ച് നോമ്പ് ഉറപ്പിക്കുക.